സാർ നമസ്കാരം. നമസ്കാരം. സിറ്റിംഗ് എംഎൽഎ ആയിരിക്കുന്ന സ്ഥലത്തിന് ഒന്നുകൂടെ മത്സരിക്കുകയാണ്. എനിവേ കൺഗ്രാജുലേഷൻസ്. കഴിഞ്ഞ 10 കൊല്ലം എംഎൽഎ ആയി തുടർന്ന മണ്ഡലത്തിലെ വികസന കാര്യങ്ങളെല്ലാം പൂർണ്ണമായി എത്തിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട് സാറിന്? കഴിഞ്ഞ 10 വർഷക്കാലം എന്നുള്ളത് 2016 കോതമംഗലത്ത് യുവജന സംഘടനാ രംഗത്ത് നിൽക്കുന്ന വേളയിലാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുൻപാകെ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ തുടർച്ചയിൽ 2021 ജനങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതെല്ലാം പൂർണ്ണതയിലെത്തിക്കാൻ, മഹാഭൂരിപക്ഷം കാര്യങ്ങളും പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മൂന്നാമത് മത്സരത്തിനായി വീണ്ടും കോതമംഗലത്ത് വന്നിട്ടുള്ളത്. ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ച് 8 പഞ്ചായത്തും കോതമംഗലം മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന ഈ മണ്ഡലം അതിൽ ആദിവാസി സമൂഹം അടക്കം വരുന്നൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന നിലയിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മണ്ഡലത്തിൻ്റെ എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും, ഈ മണ്ഡലത്തിൻ്റെ ഏത് പ്രദേശത്തു കൂടിയും, അത് കോതമംഗലം പട്ടണത്തിലാണെങ്കിലും സമീപത്തുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതര പഞ്ചായത്തുകളിലാണെങ്കിലും, എന്തിനേറെ കുട്ടമ്പുഴയിലെ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ വികസനത്തിൻ്റെ കൃത്യമായ അടയാളങ്ങൾ കാണാൻ കഴിയുന്ന നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ നാടിനകത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്ന് രാഷ്ട്രീയത്തിന് അതീതമായി കോതമംഗലത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അതെന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ ഞാനൊരു പുതുമുഖം എന്നുള്ള നിലയിലാണ് 2016 എന്നെ കോതമംഗലത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാനന്ന് യുവജന സംഘടനാ രംഗത്ത് കോതമംഗലത്ത് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു പുതുമുഖം എന്നുള്ള നിലയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ 2016 അതിനുശേഷം നമുക്കറിയാൻ വിജയിച്ചു വരുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ രാഷ്ട്രീയത്തിന് അതീതമായി കോതമംഗലത്തെ പൊതുസമൂഹത്തെ ചേർത്ത് നിർത്തി ഒപ്പം നിന്നുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൂന്നാം മത്സരത്തിന് വരുമ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ എനിക്ക് ലഭിക്കുന്നത്. 100% സർക്കാർ ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ഈ 2 ഗവൺമെൻറ്റുകളുടെയും കാലാവധിക്കുള്ളിൽ വലിയ വികസന പദ്ധതികൾക്ക് കിഫ്ബിയാണ് നമുക്കൊരാശ്രയം. ആ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് കോതമംഗലത്ത് വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് വീതം എന്നുള്ള നിലയിലും പ്ലാൻ ഫണ്ട് എന്നുള്ള നിലയിലുമൊക്കെ മറ്റ് വിവിധ ഏജൻസികളുടെയും ഫണ്ടുകളെല്ലാം വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വികസന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടോ ഈ 10 വർഷങ്ങൾക്കുള്ളിൽ? കാരണം സമയം വളരെ പരിമിതമായിരുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടോ? അല്ല, വികസന പ്രവർത്തനം എന്നുള്ളത് നമുക്കറിയാം ഒരു തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു 10 വർഷക്കാലം നമ്മൾ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളം രൂപീകൃതമായതിനു ശേഷം, കേരളപ്പിറവിക്ക് ശേഷം ഇത്രയേറെ പ്രതിസന്ധികളെ നേരിട്ട ഗവൺമെൻറ്റുകൾ ഉണ്ടാവില്ല. ഈ 2 ഗവൺമെൻറ്റും 2016 അധികാരത്തിൽ വന്ന 1ാം ഗവൺമെൻറ്റും ഇപ്പോൾ 21 വന്ന് കാലാവധി പൂർത്തീകരിച്ച 2ാം ഗവൺമെൻറ്റും ഒരുപക്ഷെ കേരളപ്പിറവിക്ക് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകൾക്കൊന്നും നേരിടേണ്ടി വരാത്ത വലിയ പ്രതിസന്ധികളാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് പ്രകൃതി ദുരന്തങ്ങളുണ്ട് ഒരു വശത്ത്, മറ്റൊരു വശത്ത് പകർച്ചവ്യാധികളുണ്ട്. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിരന്തരമായ സാമ്പത്തികമായിട്ടുള്ള കേരളത്തോട് ഒരു ഉപരോധ സമാനമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, ആ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൽ കേരളത്തിൽ എല്ലായിടത്തും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ള പോലെ തന്നെ കോതമംഗലം മണ്ഡലത്തിലും ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഏതാണ്ട് 7500-ലേറെ ആളുകളാണ് 42 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദിവസങ്ങളോളം കഴിയേണ്ടി വന്നു. നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു. മറ്റ് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ആ ഘട്ടത്തിൽ ജനങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആ മഹാപ്രളയകാലത്തുൾപ്പെടെ പിന്നീട് നിരന്തരമായി കേരളത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഓഖിയും നിപ്പയും, പിന്നെ ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ കോവിഡ് മഹാമാരി. ആ കോവിഡിൻ്റെ അന്തരീക്ഷത്തിലും എല്ലായിടത്തും എന്ന പോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുമെല്ലാം ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി കഴിഞ്ഞിരുന്നൊരു ഘട്ടത്തിൽ പരമാവധി അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവരോടൊപ്പം നിൽക്കാൻ, പരമാവധി ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ
സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നമുക്കറിയാം കേരളത്തിൽ വയനാട് പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും സാമ്പത്തിക ഉപരോധവും അടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിനകത്ത് നടപ്പാക്കി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഈ നാലുവരിപ്പാത പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നൊരു വിമർശനം തുടർച്ചയായി കേൾക്കുന്നുണ്ട്. സാറിന് ഇനിയും ഒരു അവസരം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാറിന് കഴിയുമോ? ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വസ്തുതയല്ല നമ്മുടെ സമൂഹത്തിന് മുമ്പാകെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊണ്ടുവരുന്നത്. ആരെങ്കിലുമല്ല, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരടക്കം പലപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ജനങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നത്. ഞാനതേ സംബന്ധിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം ഈ 2 നിയമസഭകളുടെ കാലാവധിക്കുള്ളിലും നിയമസഭയ്ക്കകത്ത് തങ്കളം കാക്കനാട്, യഥാർത്ഥത്തിൽ തങ്കളം കാക്കനാട് എന്നുള്ള അല്ലാട്ടോ പേര്, കാക്കനാട് തങ്കളം എന്നുള്ള അത് നമ്മൾ മനസ്സിലാക്കണം. ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ചോദ്യങ്ങൾ, എത്രയോ സബ്മിഷനുകൾ കോതമംഗലത്തിൻ്റെ MLA ആയ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഞാനത് രാഷ്ട്രീയമായി ഉന്നയിക്കുന്നതല്ല, പ്രിയപ്പെട്ട സഹോദരി ചോദിച്ചതുകൊണ്ടാണ്. ഇവിടെ ഈ നമ്മൾ നേരത്തെ നിർദ്ദിഷ്ട 4 വരി പാത ഏതെല്ലാം മണ്ഡലത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അത് മനസ്സിലാക്കേണ്ടത്. റോഡിൻ്റെ പേര് തന്നെ ഞാൻ സൂചിപ്പിച്ചു, കാക്കനാട് തങ്കളം എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, ഏതെല്ലാം മണ്ഡലത്തിലൂടെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ചാൽ നമുക്ക് അറിയാം, കോതമംഗലം, അടുത്തത് മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, കുന്നത്തുനാട്, അങ്ങനെയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ അവിടെ കാക്കനാടേക്ക് ഇത് എത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ സ്ഥിതി? അതാണ് ഞാൻ പറഞ്ഞത്, വസ്തുത പലരും പറയാൻ തയ്യാറാകുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ എന്താ വസ്തുത? 2006-2011 VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2009 യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം നമ്മൾ തങ്കളത്ത് ആ റോഡിൻ്റെ 1 കിലോമീറ്ററോളം വരുന്ന ദൂരത്ത് നിർമ്മാണം നടക്കുന്നത്. അത് പിന്നീട് കുറേ വർഷങ്ങളങ്ങ് അവിടെ അത് ഒരു എയർപോർട്ടിൻ്റെ റൺവേ പോലെ കിടന്നിരുന്നതാണെന്നെല്ലാം നമുക്കറിയാം. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2009 നടന്നതിന് ശേഷം പിന്നീട് 6 വർഷം ഉണ്ടല്ലോ, 5 വർഷം 2011 മുതൽ 2016 വരെയുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ റോഡുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാണവും ഒരു കാര്യവും നടന്നിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നടന്നത് 2016 ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഞാൻ കോതമംഗലത്തെ ജനങ്ങൾ തന്നെ MLA ആയി തിരഞ്ഞെടുത്തു. അതിൻ്റെ തുടർച്ചയിലാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് സാങ്കേതികമായ തടസ്സങ്ങൾ, ഇതെല്ലാം പരിഹരിച്ച് എടുത്തതിൻ്റെ തുടർച്ചയിലാണ് നമുക്ക് 2019 പിന്നീട് അതിൻ്റെ ഒരു നിർമ്മാണം നമ്മൾ മനസ്സിലാക്കണം. LDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2006-2011 ഗവൺമെൻറ്റിൻ്റെ 2009-10 വർഷത്തിലാണ് ആദ്യം നിർമ്മാണം നടക്കുന്നത്. പിന്നീട് നിർമ്മാണം നടക്കുന്നത് 10 വർഷക്കാലത്തിന് ശേഷം, ഞാൻ MLA ആയതിനു ശേഷം 2019 ഒന്നാം പിണറായി സർക്കാരിൻ്റെ 2019 പിന്നീട് ഞാൻ ആ എയർപോർട്ടിൻ്റെ റൺവേ പോലെ കിടന്ന പ്രദേശത്ത് നിന്നും കോതമംഗലം പട്ടണത്തോട് നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ ആ ഭാഗത്തേക്ക് ആ റോഡ് നമുക്കൊരു എൻട്രി, ആ റോഡ് മുട്ടിക്കുന്ന നിലയിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനം ഉണ്ടായത്. പിന്നീട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സംഭവിച്ചത് എന്താ? കിഫ്ബി പദ്ധതിയായി മാറി. കിഫ്ബി പദ്ധതിയായി മാറുമ്പോൾ കിഫ്ബി പുതിയ റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് IRC മാനദണ്ഡ പ്രകാരമാണ്, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. ആ IRC മാനദണ്ഡ പ്രകാരം പഴയ അലൈൻമെൻറ്റ്, വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിച്ച പഴയ അലൈൻമെൻറ്റ് ഫീസിബിൾ അല്ല എന്നുള്ള വാദം കിഫ്ബി മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ തുടർച്ചയിലാണ് പദ്ധതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എത്രയോ ആർക്കും നോക്കാം, നിയമസഭാ രേഖകളോ അല്ലെങ്കിൽ വിവരാവകാശമൊക്കെ വെച്ച് നോക്കാമല്ലോ. ഈ 250 കോടി രൂപ കിഫ്ബി അതിനുവേണ്ടി വകയിരുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പഴയ അലൈൻമെൻ്റ് അനുസരിച്ച് ആ റോഡ് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ള അങ്ങനെ ഒരു ഇത് വരികയും അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ പദ്ധതി ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. ഈ പദ്ധതി എന്നുള്ളത് ഞാനത് സൂചിപ്പിച്ചല്ലോ, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയെ ജില്ലാ ആസ്ഥാനവുമായി അതിവേഗതയിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ്. 27 കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട പാതയ്ക്ക് ഉണ്ടായിരുന്നത്. ആ അതിവേഗതയിൽ ബന്ധിപ്പിക്കുന്ന പാത എന്നുള്ളതിനുപരി തന്നെ നമുക്കറിയാം ടൂറിസം രംഗത്ത് വലിയ സാധ്യത നൽകുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കോതമംഗലം മേഖല ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ IT വികസനം ഉൾപ്പെടെ ഇപ്പോൾ കാക്കനാട് നിന്നും ഇങ്ങോട്ട് ഇപ്പോൾ അവിടെയൊക്കെ സ്ഥലപരിമിതി മൂലം വെളിയിലേക്ക് വരുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ കാണുന്നത്.
അതുപോലെ ഈ 3 സ്ഥാനാർത്ഥികളെ ജയിക്കുന്നുള്ളൊരു പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. സാറിന് അടുത്തൊരു എം.എൽ.എ. ആയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു വിഷൻസ് ഉണ്ടാകും. അടുത്തൊരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുകളുണ്ടാകും. അടുത്തതായിട്ട് നമ്മുടെ ഈ കോതമംഗലത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പുതിയൊരു പദ്ധതി ഏതാ? കോതമംഗലത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ, വലിയ സാധ്യത ഉള്ള ഒരു പ്രദേശമാണ്. അത് ഒന്ന് നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതിയെ മാത്രം പരിശോധിച്ചാൽ അക്കാര്യം വളരെ വ്യക്തമാണ്. ഒരു തികഞ്ഞ കാർഷിക മേഖലയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു കേന്ദ്രം എന്നുള്ള നില, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇവിടെ കേരളത്തിൽ ഒരു താലൂക്ക് പരിധിയിൽ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രദേശം കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ടൂറിസം രംഗത്തെ സാധ്യതകൾ, കാർഷിക മേഖല, അങ്ങനെ എല്ലാ മേഖലയും സ്പർശിക്കാൻ കഴിയുന്ന നിലയിലുള്ള വലിയ ഇടപെടൽ. ഇപ്പോൾ ആദ്യം ചോദിച്ച തങ്കളം കാക്കനാട് നാലുവരി പാതയുടെ കാര്യത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. IT വികസനം അടക്കം അതാണ് അത്തരം പുതിയ പ്രോജക്റ്റുകളടക്കം. ഇപ്പോൾ കേരളത്തിൽ തന്നെ IT രംഗത്ത് 10 വർഷക്കാലത്ത് നമ്മൾ വരിച്ച മുന്നേറ്റം, അപ്പോൾ അതെല്ലാം അങ്ങനെ നൂതനമായി കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക, സംസ്ഥാന തലത്തിലുള്ള പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയുണ്ട്. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ജോലി ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളും ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളും രൂപീകരിച്ച് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ടൂറിസം മേഖല വലിയ സാധ്യതയാണ് കോതമംഗലത്ത് ടൂറിസം മേഖലയ്ക്കുള്ളത്. ഇപ്പോൾ ഭൂതത്താങ്കെട്ടും തട്ടേക്കാട് അടങ്ങുന്ന അല്ലെങ്കിൽ ഇഞ്ചത്തൊട്ടിയും കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ ഉൾപ്പെടെയുള്ള ടൂറിസം രംഗത്തും വലിയ സാധ്യതകളുണ്ട്. അതിനകത്ത് ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ടൂറിസം രംഗത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ വനം വകുപ്പുമായി ചേർന്നുകൊണ്ട് ടൂറിസം വകുപ്പും എല്ലാം സംയുക്തമായി ഈ പദ്ധതി പുതിയ പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ്. അങ്ങനെ ആശയങ്ങൾ നടപ്പാക്കുമ്പോൾ അതാത് പ്രദേശങ്ങളിൽ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾക്ക് വരുമാനം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ കൂടി ആ പദ്ധതികൾ നടപ്പിലാക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാറ് കുട്ടമ്പുഴ ടൂറിസം ആ ഒരു ഇത് പറഞ്ഞപ്പോൾ ഇപ്പം ഈ കുറച്ചധികം നാളുകളായിട്ട് ദീർഘവർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ദീർഘവർഷങ്ങളായിട്ട് ഈ കുട്ടമ്പുഴ ആ ഒരു പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷി സാധനങ്ങൾ നശിച്ചു പോകുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇത് ചോദ്യം ആദ്യം ചോദിക്കാത്തത് എന്താണെന്നാണ് ഞാൻ വിചാരിച്ചത്. കോതമംഗലം മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞ വന്യമൃഗശല്യം നിൽക്കുകയാണ്. 5 പഞ്ചായത്തുകൾ, അതിപ്പോൾ കുട്ടമ്പുഴയാണെങ്കിലും പിണ്ടിമനയാണെങ്കിലും കീരമ്പാറയാണെങ്കിലും കോട്ടപ്പടിയാണെങ്കിലും കവളങ്ങാടും, ഈ 5 പഞ്ചായത്തുകളുടെ കുറേ പ്രദേശങ്ങൾ വന്യമൃഗശല്യത്താൽ ജനങ്ങൾ അവരുടെ ജീവിതം പൊറുതിമുട്ടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെയും MLA എന്നുള്ള നിലയിൽ ഞാനുമൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലവും അതിന് തന്നെയാണ് മുൻഗണനയും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വിഷയം യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച തങ്കളം കാക്കനാട് നാലുവരി പാത പോലെ തന്നെയാണ് ഇക്കാര്യത്തിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനകത്ത് യഥാർത്ഥ വസ്തുത പലരും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാരം നമുക്കറിയാം 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമത്തിനകത്തുള്ള വന്യജീവികൾ, അതായത് മനുഷ്യനല്ല അതിനകത്ത് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, മൃഗങ്ങൾക്കാണ്. ഞാൻ ഈ ഏറ്റവും ഒടുവിൽ നിയമസഭയ്ക്കകത്ത് നിയമ ഭേദഗതി അടക്കം കൊണ്ടുവരുന്ന ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. പിന്നെ അതായത് 1972 നിയമവും പിന്നീട് പല ഭേദഗതികളും ഒക്കെ വന്നെങ്കിലും ആ ഭേദഗതികളൊക്കെ മൃഗങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടായിരുന്നു, മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല. ഞാൻ സഭയിൽ പറഞ്ഞതാണ്. അപ്പോൾ 72 നിയമത്തിൽ തന്നെ വല്ലാത്ത കുരുക്കുണ്ട്. അത് പൂർണ്ണമായും വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്ന നിലയിലുള്ള നിലപാടാണ് നിയമത്തിനകത്തുള്ളത്. അത് പിന്നീട് പല ഘട്ടങ്ങളിലും പരിഷ്കാരം ഒക്കെ നടത്തിയെങ്കിൽ കൂടിയും ആ പരിഷ്കാരങ്ങളെല്ലാം മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നായിരുന്നില്ല, മൃഗങ്ങളുടെ പക്ഷത്ത് നിന്നായിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം ഒന്നിനെയും തൊടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമകാരികളായി വരുന്ന വന്യമൃഗങ്ങളെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു നൂലാമലയിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഓരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ മൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും വന്യമൃഗം മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് അവൻ്റെ കാര്യവും കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്ത് നിരന്തരമായി നമ്മൾ ഇടപെട്ടു. മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സർക്കാർ ഫണ്ടും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ
ഏജൻസികളുടെ ഫണ്ടുകളെല്ലാം വിനിയോഗിച്ചുകൊണ്ട് പരമാവധി പ്രദേശങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മണ്ഡലത്തിനകത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴും ഈ പറയുന്ന എന്നോട് ചോദിച്ച ഒരു ചോദ്യം നിൽക്കുകയാണ്. അതായത് ഇത് ശാശ്വത പരിഹാരത്തിന് വേണ്ടി നിയമ ഭേദഗതിയിലടക്കം കൊണ്ടുവരണം. അതെല്ലാവരും കൂടി ചേർന്ന് നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതൊരു വീണ് കിട്ടിയ അവസരം എന്ന പോലെ തന്നെ പലപ്പോഴും ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന MLA-മാരെയും കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും കോതമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം അതിന് ഭീഷണിയായി നിൽക്കുന്ന ഈ ഒരു വലിയ പ്രശ്നം അത് നമുക്ക് നിരന്തരമായി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. അതിപ്പോൾ MLA ആണെങ്കിലും MLA അല്ലെങ്കിലും ഇടപെടും. അതുപോലെ മണ്ഡലത്തിൽ നിന്നല്ല, നമ്മൾ പൊതുവായുള്ള കാര്യം നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ മൊത്തം വലച്ചു കളയുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം മയക്കുമരുന്നിൻ്റെ രൂക്ഷമായിട്ടുള്ള ഉപയോഗം. അത് യുവജനങ്ങളെ ഭയങ്കരമായിട്ട് കാർന്നു തിന്നുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കോതമംഗലം മണ്ഡലത്തെ ഇതൊന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ഉള്ളത്? എത്രയോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ പലപ്പോഴും മലയാളികളെ സംബന്ധിച്ച് നമ്മൾ പറയാറുള്ളത് വിദ്യാസമ്പന്നരാണ്, സംസ്കാര സമ്പന്നരാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ നാടിനകത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ ആശ്വസിച്ചിരുന്നെങ്കിലും ഇന്ന് അതല്ല സ്ഥിതി എന്നുള്ളതാണ് വസ്തുത. ഇത് യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് ലഹരി വ്യാപനം എന്നുള്ളതൊരു അന്താരാഷ്ട്ര മാനമുള്ളൊരു വിഷയമാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഇപ്പോൾ യഥാർത്ഥത്തിൽ കോതമംഗലത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എറണാകുളം ഒഴിച്ചുള്ള മറ്റ് 13 ജില്ലകൾ, 14 ജില്ല, ഈ ജില്ലയിൽ കൂടാതെ 13 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. എന്നുവെച്ചാൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഒരു ദിവസം ഇവിടെ വന്നു പോകുന്നതും അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥിരമായി ഹോസ്റ്റലിൽ താമസിച്ചടക്കം പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഈ പ്രവണതയുമായി വരുന്ന ആളുകൾക്ക് കൂടുതലായി ചെറുപ്പക്കാരെയും കുട്ടികളെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും നിയമ നടപടികളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ പത്രവാർത്തകളൊക്കെ ഒരുപാട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ പരമാവധി ഇപ്പോൾ അതാണ് നമ്മളൊരു ജനകീയ ക്യാമ്പയിനായിട്ടാണല്ലോ, നിയമസഭ തന്നെ ഒരു വേളയിൽ സഭ നിർത്തിവെച്ച് ഈ വിഷയം തന്നെ പ്രത്യേകമായി ചർച്ച ചെയ്ത് പിന്നീട് ഒരു നിരന്തരമായ ക്യാമ്പയിൻ, സമൂഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടു കൂടി നിരന്തരമായ ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് നിയമങ്ങളുടെ അപര്യാപ്തത മൂലമുള്ളൊരു പ്രശ്നമല്ല. ഇപ്പം നിയമ നടപടികളും എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഒരു പക്ഷത്ത് നന്നായി പോകുമ്പോഴും ഇതിൻ്റെ വ്യാപനം കൂടുതലായി കണ്ടുവരികയാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ജനകീയ ഇടപെടൽ ഉണ്ടാകേണ്ടത്. ആ ജനകീയ ഇടപെടലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഗവൺമെൻറ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. അത് നല്ലൊരു അളവിൽ നമുക്ക് കോതമംഗലത്ത് നന്നായി തന്നെ സർക്കാർ ഏത് രീതിയിലാണോ ആ പ്രവർത്തനം വിഭാവനം ചെയ്തത് അത് ആ നിലയിൽ തന്നെ കോതമംഗലത്ത് നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തുടർച്ചയിലും അത്തരം പ്രതിരോധ ക്യാമ്പയിനുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. നമുക്കിപ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കം, അതായത് പെൺകുട്ടികളും സ്ത്രീകളും അടക്കം ഇതിൻ്റെ ഉപയോഗങ്ങൾ വളരെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ നോക്കുമ്പോൾ ഓരോ വാർഡുകളിലെ ഓരോ പഞ്ചായത്തുകളൊക്കെ എടുത്ത് നോക്കി നമുക്ക് അവർക്കൊരു അവയർനെസ്സിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? അതിപ്പോൾ തന്നെ ചെയ്തു വരുന്നുണ്ട്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രായത്തിൽ വരുന്ന മാറ്റമാണ്. നേരത്തെ ആണുങ്ങൾ മാത്രമാണ്, അല്ലെ ആൺകുട്ടി അങ്ങനെയല്ല. ഇപ്പോൾ ആണെന്നോ പെണ്ണെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല ഇതിനകത്തൊന്ന് പ്രായത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ തേടി എത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശ്രദ്ധ തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും ഇപ്പോൾ മാതാപിതാക്കളൊക്കെ പണ്ടത്തെ പോലെയല്ല, 1ഉം 2ഉം കുട്ടികളാണ് ഒരു കുടുംബത്തിലുള്ളത്. അപ്പോൾ തങ്ങളുടെ കുട്ടികളിത് ചെയ്യില്ല, അവരിങ്ങനെയല്ല, അവർ ഇതിനകത്ത് വരില്ല എന്നൊക്കെ ആശ്വസിച്ചിരിക്കുന്ന പല ആളുകൾക്കും പിന്നീട് പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം നേടുന്ന വേളയിലാണ് ഇതിങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രതിരോധം തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. സാർ, അതുപോലെ തന്നെ ഈ കുടിവെള്ള പ്രശ്നം, അത് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു പറ്റം ജനം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതികൾ കാര്യങ്ങൾ എന്താ ഉള്ളത്? അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെയാണ് പ്രധാനമായൊരു പരിഗണന കൊടുത്തതാണ് മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികൾ. ഇപ്പോൾ തന്നെ ഏതാണ്ട് കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, ഏതാണ്ട് 387 കോടി രൂപയുടെ 9ഓളം പദ്ധതികൾ, കുറേ പദ്ധതികൾ പൂർത്തീകരിച്ചു, കുറേയേറെ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഈ ആദ്യം ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ആദ്യം പൂർത്തീകരിച്ചൊരു പദ്ധതി നമ്മുടെ മണ്ഡലത്തിലാണ്. 14.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കോട്ടപ്പടി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ളൊരു പദ്ധതിയായിരുന്നു. അത് ബഹുമാനപ്പെട്ട
മന്ത്രി തന്നെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ തന്നെ കോട്ടപ്പടിയിൽ അതിൻ്റെ പൂർത്തീകരിച്ചുള്ള ഉദ്ഘാടനത്തിന് എത്തിയ വേളയിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് പൂർത്തീകരിച്ചൊരു പദ്ധതി അതാണ്. അപ്പോൾ അങ്ങനെ നിരവധി പദ്ധതികൾ ഇപ്പോൾ കിരമ്പാറ പഞ്ചായത്തിലാണെങ്കിൽ എത്രയോ വർഷക്കാലമായി കാളക്കടവ് കുടിവെള്ള പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയത് നമ്മുടെ ഈ ഘട്ടത്തിലാണ്. ഇപ്പോൾ 27 കോടി രൂപയോളം ചെലവഴിച്ചുള്ള ആ പദ്ധതിയുടെ നിർമ്മാണവും വളരെ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാ മേഖലയ്ക്കകത്തും ഇപ്പോൾ ഞാൻ തന്നെ 2 ആഴ്ചക്കാലം മുമ്പാണ് നമ്മുടെ മാമലക്കണ്ടത്ത് 2 പദ്ധതികളാണ് അവിടെ, ഒന്ന് മാമലക്കണ്ടത്തും ഒന്ന് എളമ്പളാശ്ശേരി ആദിവാസി ഉന്നതിയിലും 2 പദ്ധതിക്ക് വേണ്ടി 7 കോടി രൂപയാണ് ചെലവഴിച്ചത്. അത് നിർമ്മാണം പൂർത്തീകരിച്ചു. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന 387 കോടി രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ നമ്മുടെ ആവോൽച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്തരം ഒരു പദ്ധതി ആദ്യമായിട്ടാണ് ഒരു നദിയിൽ നിന്നും വെള്ളം ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു നദിയിലേക്ക് എത്തിച്ച് അവിടെ നിന്നും പുഴകളിലേക്കും മറ്റുമെല്ലാം വെള്ളം ലഭ്യമാക്കി വിവിധ പ്രദേശങ്ങളിലെ വേനൽക്കാലത്തുണ്ടാകുന്ന ശുദ്ധജല ക്ഷാമത്തിനും കുടിവെള്ള ക്ഷാമത്തിനുമൊക്കെ പരിഹാരം കണ്ടെത്താനുള്ളൊരു പദ്ധതിയാണ്. അത് കേരളത്തിൽ തന്നെ ആദ്യമായ ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് ആവോൽച്ചാലിലവിടെ നമ്മൾ പെരിയാറിൽ പ്ലാന്റ് നിർമ്മിച്ച് അവിടെ നിന്നും അവിടെ പേരക്കൂത്ത് തോട്ടിലേക്ക് വെള്ളം എത്തിച്ച് ആ വെള്ളം തുടർച്ചയിൽ കോതമംഗലം പുഴയിലേക്ക് വരെ എത്തിക്കുന്ന നിലയിലേക്കാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതായത് യഥാർത്ഥത്തിൽ കവളങ്ങാട്, അതോടൊപ്പം തന്നെ പല്ലാരിമംഗലം, വാരപ്പെട്ടി, കോതമംഗലം നഗരസഭയുടെ ഒരു പകുതിയിലേറെ വരുന്ന പ്രദേശങ്ങൾക്കും വേനൽക്കാലത്ത് പൂർണ്ണമായ ജലലഭ്യത ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ്. 12,75,00,000 രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പെരിയാറിലാണ് പ്രധാനപ്പെട്ട നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കാലവർഷമൊക്കെ ശക്തമായ സമയങ്ങളിൽ ആഗ്രഹിച്ച നിലയിൽ പലപ്പോഴും നിർമ്മാണം നടത്തി കുറേ കഴിയുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് വെള്ളം എത്തി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതുവരെ നിർമ്മിച്ച കാര്യങ്ങൾ ആകെ പാഴായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ കുറേ പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി. ഇപ്പോൾ ഒടുവിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, മൂവാറ്റുപുഴ പ്രദേശത്ത് വെള്ളമില്ലാതെ വന്ന ഘട്ടത്തിൽ പെരിയാറിൽ ഷട്ടറിട്ട് വെള്ളം ഉയർത്തിയതിൻ്റെ ഭാഗമായി അന്നേരം വീണ്ടും അതുവരെ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പാഴാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആ പദ്ധതി പൂർത്തീകരിച്ചാൽ ഇപ്പോൾ അതിൻ്റെ 60% നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, ഈ ഒടുവിലത്തെ സഭാ സമ്മേളനത്തിൽ നിയമസഭയിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി എനിക്ക് തന്ന ഉത്തരമാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ വികസനങ്ങൾ പൂർണ്ണമായി എത്തിപ്പെട്ടിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷം കൊണ്ട്? സംഘടന ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയണമെങ്കിൽ ഏറെ സമയമെടുത്ത് പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ ഒരു അരമണിക്കൂറിൽ 10 വർഷക്കാലത്തെ കോതമംഗലം മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ പറയുക എന്നുള്ളത് അതീവ ശ്രമകരമായൊരു ദൗത്യമാണ്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ നമുക്ക് അത് ആ നിലയ്ക്കല്ലേ കഴിയുകയുള്ളൂ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഞാനൊരു പോരായ്മയായിട്ട് പറയുന്നതല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് MLA എന്നുള്ള നിലയിൽ അരമണിക്കൂർ കൊണ്ട് 10 വർഷക്കാലത്തെ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അത് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടന്നൊരു കാലമാണ് 2016 മുതൽ 2026 വരെ. അതിനകത്ത് ആരുമായും എന്ത് സംവാദത്തിനും ഞാൻ തയ്യാറാണ്. ആരോഗ്യ മേഖല നമുക്കറിയാം, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വലിയ തോതിൽ മുന്നേറിയ ഒരു കാലമാണെന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ചില പോരായ്മകളൊക്കെ, ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അതിനെ പർവ്വതീകരിച്ചു കൊണ്ടുപോകുന്ന ചില പ്രവണത പൊതുവെ കേരളത്തിലുണ്ട്. അതിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താ? നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ നല്ല നിലയിൽ അതിനകത്ത് മാറ്റം വന്നപ്പോൾ കൂടുതലായ ആളുകൾ, ജനങ്ങൾ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംഭവം എന്താ? ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുന്നു. അങ്ങനെയാണ് ചിലപ്പോൾ പല മെഡിക്കൽ കോളേജുകളിലും കട്ടിലില്ല, ആളുകൾ താഴെയാണ് കിടക്കുന്നതെന്ന് കുറച്ച് ചില വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്കകത്ത് നമ്മളൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന കേരള മോഡൽ, കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം 8 പഞ്ചായത്തും കോതമംഗലം മുനിസിപ്പാലിറ്റിയും. ആരോഗ്യരംഗത്ത് ഇവിടെ കുട്ടമ്പുഴയിലെ ആദിവാസി സമൂഹം അടക്കം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് കോതമംഗലം താലൂക്ക് ആശുപത്രി. ഒരു ദിവസം ശരാശരി ഏതാണ്ട് 1200ഓളം വരുന്ന ആളുകൾ അവിടെ ചികിത്സയ്ക്കായി എത്തുകയാണ്. അതിൽ തന്നെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മുന്നേറ്റം നടന്നൊരു കാലമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. നമ്മുടെ താലൂക്ക് ആശുപത്രി മാത്രം നിങ്ങൾ പരിശോധിച്ചു, ആ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഏതാണ്ട് 20 കോടിയിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം കോതമംഗലത്ത് ഡയാലിസിസിന് സൗകര്യം ഉണ്ടായിരുന്നില്ല. എത്രയോ പേരാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ 2016 കോതമംഗലത്തെ ജനങ്ങളെ എനിക്ക് MLA ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയത് മുതൽ
ഞങ്ങളന്ന് തീരുമാനിച്ചത് കോതമംഗലത്ത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ നിലയിൽ വന്നു പോകാൻ കഴിയുന്ന നിലയിൽ MLA ഓഫീസ് ഉണ്ടാകണമെന്നാണ്. അങ്ങനെയാണ് ആദ്യം കോതമംഗലത്ത് നമ്മുടെ ചേലാട് റോഡിൽ സെൻറ്റ് ജോസഫ് സ്കൂളിന് സമീപത്ത് നേരത്തെ MLA ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ MLA ഓഫീസ് ചെറിയ പള്ളിയോട് ചേർന്ന് പള്ളിയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 2 ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും അവിടേക്ക് കടന്നു വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം ചോദിച്ചു വരുന്ന ആളുകളാണ്. അതിൽ തന്നെ നമ്മൾ കാണേണ്ടത് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകൾ അതിനുവേണ്ടി ഇന്ന് അവസരം കാത്തിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. കോതമംഗലത്തെ നമുക്ക് സർക്കാർ മേഖലയിൽ അതിന് ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ പ്രധാന പരിഗണന കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് MLA ഫണ്ട് 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെന്നാൽ കാണാം 3 നില മന്ദിരമാണ് നമ്മളവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അടിയിൽ കാഷ്വാലിറ്റി, തൊട്ട് മുകളിലത്തെ നിലയിൽ ഡയാലിസിസ് സെൻറ്റർ, ഏറ്റവും മുകളിൽ പുതിയ ഒരു വാർഡ് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ആ ഒരു വാർഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ ഈ 10 വർഷത്തെ MLA ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര ടൈം ഡ്യൂറേഷൻ അല്ല. ഈ ഒരു ഇത്രയും ടൈം നിങ്ങളൊരു MLA ആയിരുന്നതിന് ശേഷം ഇപ്പോൾ ഓരോ ജനങ്ങളുടെ അടുത്ത് ഓരോ വീടുകൾ സന്ദർശിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എത്രത്തോളം അവർ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്? സാറിന് എത്രത്തോളം അവർ സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്നുണ്ട് പൂർണ്ണമായിട്ടും? ഞാൻ കോതമംഗലത്തിന് അന്യനല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ സൂചിപ്പിച്ചു, ചില ചോദ്യത്തിന് മറുപടിയിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ MLA ആണ്. ഇനി MLA അല്ല എങ്കിൽ കൂടിയും ജനങ്ങൾക്കിടയിലാണ് ആൻ്റണി ജോൺ പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ 97-ൽ കോതമംഗലത്ത് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി വരുന്നതാണ്. പിന്നീട് ഏതാണ്ട് 2012 വരെ, അതായത് 15 വർഷക്കാലം ഒരു അവസാനം ഞാൻ സംഘടനാ ചുമതലയിൽ നിന്നും ഒഴിയുന്നത് SFIയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗവും എന്നുള്ള ചുമതലയിൽ നിന്നാണ് ഞാൻ ഒഴിയുന്നത്. അതിനിടയിൽ കോതമംഗലം മാർത്തനേഴ്സ് കോളേജ് യൂണിയൻ്റെ ചെയർമാനും കോതമംഗലത്ത് SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിലുമൊക്കെ വഹിച്ചു. അങ്ങനെ നീണ്ട ഒരു 15 വർഷക്കാലത്തെ കോതമംഗലത്തും എറണാകുളം ജില്ലയിലുമുള്ള എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, അതിൻ്റെ തുടർച്ചയിൽ യുവജന സംഘടനാ രംഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്ന വേളയിലാണ് 2016-ൽ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നെ കോതമംഗലത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ 10 വർഷക്കാലം MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും പരമാവധി, യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും പരമാവധി ഇത് ഈ 10 വർഷക്കാലം എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നിരവധി ഘട്ടങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരമാവധി ജനങ്ങളോട് ചേർന്ന് നിന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ ചേർന്ന് നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ എല്ലാ മേഖലയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോഴും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ പക്കൽ നിന്നും എനിക്ക് ലഭിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സാധാരണ നിലയിൽ 2 ടേം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ CPM അങ്ങനെയാണ്, രണ്ട് ടേം കഴിഞ്ഞാൽ പുതിയ ആൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലൊക്കെ നമ്മൾ ഈ ഒരുപാട് സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻസൊക്കെ ചെല്ലുമ്പോൾ, ആനിവേഴ്സറിക്കൊക്കെ ചെല്ലുന്ന ഘട്ടത്തിൽ അവിടെ രക്ഷിതാക്കളൊക്കെ കൂട്ടമായിട്ടാണല്ലോ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കുട്ടികളോടൊപ്പം അച്ഛനമ്മമാരൊക്കെ വരികയും അങ്ങനെയൊക്കെ ഞാൻ കടന്നു ചെല്ലുന്ന പല വേളയിലും ഈ രക്ഷിതാക്കൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശം ഏതെങ്കിലും ഒരു പ്രദേശത്തല്ലാട്ടെ ഞാൻ പറയുന്നത്, കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അറിയേണ്ടത് 3ാമത് മത്സരത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയും അതിപ്പോൾ ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമല്ല, അത് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ സമയമാകുമ്പോൾ ആ തീരുമാനം എടുക്കും എന്നുള്ളതിലേക്ക് നമ്മൾ ആ സാധാരണ നിലയിലുള്ള ഒരു മറുപടി പറഞ്ഞ് ഒഴിയുമ്പോഴും ജനങ്ങൾ വലിയ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. അതിപ്പോൾ അവർ വേറെ ഏതെങ്കിലും ഒരു ഒരു ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ചോദ്യമല്ല. അത് അവർ വീണ്ടും ഞാൻ വരുമോ, വീണ്ടും മത്സരിക്കുമോ, ഇളവ് കിട്ടില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ചോദ്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 10 വർഷക്കാലം കോതമംഗലം മണ്ഡലത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരമാവധി ഞാൻ ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ട് ജനങ്ങളെ ഒപ്പം നിർത്തി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കോതമംഗലത്ത് 3ാമതും ഇപ്പോൾ മത്സരത്തിന് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാറിനെ കുറിച്ച് പരക്കെയുള്ളൊരു ആക്ഷേപമാണ്, സാറിന് കൂടുതലായിട്ട് മണ്ഡലങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഉദ്ഘാടനത്തിനും ഒരു കല്യാണത്തിന് വേദികളിലൊക്കെയാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സാർ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ ചുമതലപ്പെട്ട ഭാഗമായിട്ട് ചോദ്യം അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാനതല്ലേ സൂചിപ്പിച്ചത്. കോതമംഗലം മണ്ഡലത്തിൽ ഈ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, പല മേഖലയിൽ കിടന്നു എന്ന് ചോദിച്ചോ, ജനം പറയുമല്ലോ. ഇപ്പം ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ
MLA എന്തിനാ അവിടെ പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാം? ഞാൻ പറഞ്ഞു ഇങ്ങനെ മറ്റേ എന്താ 5 സ്റ്റാർ ഹോട്ടലും അല്ലെങ്കിൽ സ്വർണ്ണക്കടയും മാത്രം ഉദ്ഘാടനം ചെയ്യാൻ പോലല്ല എൻ്റെ പണി. ഞാൻ എന്നോട് ചോദിച്ച ആളുകളോട് ഞാൻ പറഞ്ഞാണ്. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഇറങ്ങും കുത്തൂഴി ജംഗ്ഷനിലാന്ന് തോന്നുന്നു ഒരു ചായക്കട, ഒരു സാധാരണ ഒരു കട. അപ്പം ഇത് മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ MLA എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഒരു ചെറിയ സംരംഭമാണെങ്കിലും അവർ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അവരുടെ MLA വരണം എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് സൂചിപ്പിച്ചുള്ളൂ. ഞാൻ പല സ്ഥലങ്ങളിലും അങ്ങനെ ചെന്ന് ചിലപ്പോഴൊക്കെ ചില ആളുകൾ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാ അതിൻ്റെ ഉദ്ഘാടനത്തിന് MLA പോകേണ്ട കാര്യമുണ്ട്? അങ്ങനെ ഒരു ഇന്നതിനെ പാടുള്ളൂ ഇന്നതിനെ പാടില്ലായൊന്നുമില്ല. അത് മണ്ഡലത്തിലെ MLA ആണ്, എല്ലാവരുടെയുമാണ് MLA. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗം വ്യക്തികളുടെ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ സ്റ്റാർ ഹോട്ടലുകളുടെയോ അല്ലെങ്കിൽ സ്വർണ്ണക്കടകളുടെയോ മാത്രമൊന്നും ഉദ്ഘാടനത്തിലല്ല ഞാൻ പോകാറുള്ളൂ. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ആര് വിളിച്ചാലും ഏത് പാവപ്പെട്ടവന് ആര് വിളിച്ചാലും എത്ര ചെറിയ സംരംഭമാണെങ്കിലും അതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവർ വലിയ ആഗ്രഹത്തോടു കൂടി ഒരു ചെറിയ സംരംഭമാണെങ്കിലും അത് തുടങ്ങുമ്പോൾ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അവരാഗ്രഹിച്ചുവെങ്കിൽ അത് എനിക്കുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് മണ്ഡലത്തിലെ എല്ലാ കാര്യത്തിനകത്തും അത് ഒരു ഇത് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ആ വാചകം തന്നെ ഉപയോഗിച്ചത്. മണ്ഡലത്തിലെ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇപ്പോൾ ഞാൻ ഓർക്കുന്നു 2018 മഹാപ്രളയം. ഞാനത് കഴിഞ്ഞ ദിവസം നമ്മുടെ മണ്ഡല കൺവെൻഷൻ്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. 2018 മഹാപ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയം. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ എൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ കാണാം. അതിനകത്തൊരു വഞ്ചിയിലിരുന്ന് പോകുന്നതിൽ ഇപ്പോൾ നമ്മുടെ അന്ന് പൂയംകുട്ടി പള്ളിയിലെ വികാരിയച്ഛനായിട്ടുള്ള റോബിനച്ഛൻ, റോബിനച്ഛൻ ഇപ്പോൾ നാടുകാണി പള്ളിയിലെ വികാരിയച്ഛനാണ്. ആ റോബിനച്ഛനും ഞാനും കോതമംഗലത്തെ 2-3 മാധ്യമ പ്രവർത്തകരും ആ പൂയംകുട്ടി മണികണ്ഠഞ്ഞാൽ നിവാസികളായിട്ടുള്ള 2-3 പേരുമുണ്ട്, 1-2 പേരുമുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ സാധാരണ നിലയ്ക്ക് അങ്ങനെയാണല്ലോ, എപ്പോൾ എല്ലാം ഒരു ദിവസം ഇന്ന് രാവിലെ ഇടുന്ന പിക്ചർ ആയിരിക്കില്ല, ചിലപ്പോൾ വൈകിട്ട് മാറ്റി പുതിയ രീതിയിലുള്ള ഫോട്ടോസൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഞാനത് 2018 ഈ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ട ആ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് ഇടാൻ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു. അത് ഇടാനൊരു കാരണമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അത് മഹാപ്രളയത്തിൻ്റെ ഏറ്റവും രൂക്ഷമാർന്ന ആ പ്രളയത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് അവിടെ മണികണ്ഠഞ്ചാൽ വെള്ളാരംകുത്ത് പ്രദേശങ്ങളിലെ ജനങ്ങൾ വലിയ ഭീതി, അതായത് അവർ ദിവസങ്ങളോളം ആ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയി. മറ്റ് ഭക്ഷണത്തിനോ അടിയന്തര ചികിത്സാ ആവശ്യത്തിനോ ഒരു സൗകര്യവും ഒന്നുമില്ലാത്ത ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പൂയംകുട്ടി ചെല്ലുമ്പോഴാണ് ഈ അന്നത്തെ വികാരിയച്ഛനായിട്ടുള്ള റോബിനച്ഛൻ, പൂയംകുട്ടി പള്ളി വികാരിയച്ഛൻ റോബിനച്ഛനും ആ പ്രദേശവാസികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് ഈ മണികണ്ഠഞ്ചാൽ വെള്ളാരംകുത്ത് പ്രദേശത്തും ആദിവാസി മേഖലയിലും അടങ്ങുന്ന പ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അമാനുഷികമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല, പക്ഷേ എൻ്റെ ഒരു സാന്നിധ്യം അവർ വലിയ തോതിൽ ആഗ്രഹിച്ചു. എത്ര കുത്തൊഴുക്കുണ്ടെങ്കിലും അവിടെ ഞാൻ ചെല്ലണമെന്നുള്ള അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയിലാണ് അതിസാഹസികമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ കുത്തൊഴുക്കുള്ള പുഴയിൽ ഈ പറയുന്ന അച്ഛനും ഞാനും കുറച്ച് പേരും കൂടി ആ വലിയ കുത്തൊഴുക്കാണ്. നമ്മളിപ്പോൾ എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുകയില്ല. തോണിയിലാണ്, അപ്പുറത്ത് എത്തുമോ എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല. എന്നാലും ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെ നിന്ന് എന്തായാലും വരണം, ഞങ്ങളങ്ങോട്ട് ചെല്ലണം എന്നുള്ള ഒരാവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തോണിയിലിരുന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി. നല്ല വീതിയിലാണല്ലോ പൂയംകുട്ടി പുഴ, നല്ല വീതിയിലാണ്. ആ പുഴയുടെ ഏതാണ്ട് സെൻട്രൽ ഭാഗത്ത് ചെല്ലുമ്പോഴാണ് ഈ വലിയ കുത്തൊഴുക്ക്, വെള്ളം അതുവരെ ഉണ്ടായിരുന്നേക്കാൾ കുറേ കൂടി ശക്തിയിൽ വെള്ളം വരികയും മീറ്ററുകളോളം ഞങ്ങളെ താഴേക്ക് വലിച്ചുകൊണ്ട് പോയി. തോണി ഇങ്ങനെ താഴേക്ക് നീങ്ങി പോവുകയാണ്. ആ തോണി ഒന്ന് ഒറ്റ സെക്കൻഡിൽ തോണി മറിഞ്ഞാൽ എത്ര നീന്തൽ അറിയാവുന്ന ആളാണെങ്കിലും രക്ഷപ്പെട്ടു പോരാൻ കഴിയില്ല.